ചേർന്ന ഒരു പോം വഴി പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത്. ഒരുപക്ഷെ ചില മക്കളുണ്ടല്ലോ, നമ്മൾ പറഞ്ഞാൽ അനുസരിക്കില്ല. അപ്പനും അമ്മയും ഒരു തീരുമാനമെടുത്തു, അതനുസരിച്ചെന്ന് വഴിയില്ല. പക്ഷേ അവർക്ക് പ്രിയപ്പെട്ട ചില വ്യക്തികൾ പറഞ്ഞാൽ അനുസരിക്കും. അപ്പോൾ നമുക്ക് അവരെ കൂടി ചേർത്ത് വെച്ചിട്ട് ഈ ഒരു മേഖലയിലേക്ക് മക്കളെ ചേർത്ത് വെക്കാൻ ഒരു വഴിയാ. കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ച ഒരു ജനതയുടെ അനുഭവമാണ് ഈ മണിക്കൂറിൽ നമ്മൾ ചിന്തിക്കാൻ പോവുക. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ. അതിന്റെ ഹെഡിങ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ജോർദാൻ കടക്കുന്നു, ജോർദാൻ കടക്കുന്നു. ഇസ്രായേൽ മക്കളോട് കർത്താവ് പറഞ്ഞു, നിങ്ങളെ കാനാൻ ദേശത്തേക്ക് ഞാൻ എത്തിക്കും. തമ്പുരാൻ കൊടുത്ത ഒരു വാഗ്ദാനമുണ്ട്. ഞാൻ നിങ്ങളെ കാനാൻ ദേശത്തേക്ക് എത്തിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ഇതാ ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തു വരുമ്പോ മുമ്പിൽ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇനിയും കടന്നു പോകാൻ വരുന്ന മേഖലകളിൽ പ്രതിസന്ധികൾ ഇഷ്ടം പോലെയുണ്ട്. ഇതുപോലൊരു ജോർദാൻ നദി എന്നെയും നിങ്ങളെയും കാത്തിരിക്കുകയാണ്. ഈ ജോർദാൻ നദി കടക്കാൻ ഈ ജോഷുവ വന്നു നിൽക്കുമ്പോ, ജോഷുവ എന്ന് പറയുമ്പോ ഓരോ കുടുംബനാഥയെയും ഒന്നോർത്തോണം. ജോഷുവ ഈ ജനത്തിന്റെ നേതാവായി നിൽക്കുമ്പോ അവന്റെ ജോലി ചെറുതല്ല കേട്ടോ, അവന്റെ ജോലി വളരെ വളരെ വലുതാ. കർത്താവ് പറഞ്ഞ ദേശത്തേക്ക് ഇവരെ എത്തിക്കണം. ഇവന്റെ കൂടെ 2 ബില്യൺ ആളുകളുണ്ട്. ഈ ജോർദാൻ നദിക്ക് ജോർദാൻ നദിയിൽ കരയിലെത്തുമ്പോ ഒരു പ്രത്യേകതയുണ്ട്. ജോർദാൻ നദി കര കവിഞ്ഞ് ഒഴുകുകയാണ്. പതിവിലേറെ കര കവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദിയുടെ മുമ്പിലാണ് ഇവര് നിൽക്കുന്നത്. മക്കളെ, ഞാനും നിങ്ങളും വിശ്വാസം തീർത്ഥയാത്ര നടത്തി മുന്നോട്ട് പോകുമ്പോ ഇനി വിശ്വാസം സംരക്ഷിക്കണമെങ്കിൽ ചെറിയ ഒരു പ്രതിസന്ധിയല്ല നമ്മളെ കാത്തിരിക്കുന്നത്. വെല്ലുവിളികൾ ഏറെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും വന്നു നിൽക്കുന്നത്. ആർക്കും ഈസിയായി ഇനി വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വലിയൊരു പ്രതിസന്ധി. മക്കളെ പിശാച് ഇങ്ങനെ റാഞ്ചിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് പറഞ്ഞു വെക്കുമ്പോ ഞാൻ ആത്മാർത്ഥമായിട്ട് എന്റെ ജീവിതത്തിന്റെ ബോധ്യത്തിൽ നിന്ന് പറയുക, ഒത്തിരി കുടുംബങ്ങളെ മക്കള് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയോ മക്കളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. പല വിധത്തിലാണ് മക്കൾ നഷ്ടപ്പെടുന്നത്. ഏറ്റവും അധികം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളില് സാത്താന്റെ പ്രവർത്തനം വളരെ വളരെ ശക്തമാണ്. വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് എത്ര മക്കളെ വിളിച്ചു പറയുന്നേ, സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കും, +1 ചേർക്കുമ്പോ പോകുന്നില്ല. ഡിഗ്രിക്ക് 2-ാം വർഷം കൊണ്ടുപോയി ചേർത്ത് കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു ഇനി പോകുന്നില്ല, വീട്ടിൽ കുത്തിയിരിക്കുകയാണ്. ഇവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. നഴ്സിംഗ് പഠിക്കാൻ വിട്ട 1 വർഷം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരിക്കുകയാ, ഇനി പോവില്ല. വേറെ വലിയൊരു കോഴ്സ് പഠിക്കാൻ വേറൊരു കൊച്ചിനെ കൊണ്ടുപോയി വിട്ടു, ലക്ഷങ്ങൾ മുടക്കി കൊണ്ടുപോയി വിട്ടു. 4 വർഷം കൊണ്ട് വലിയ ജോലി, എബ്രോഡിൽ വലിയ പ്രതീക്ഷയുള്ള സാലറിയുള്ള ഒരു ജോലി കൊണ്ടുപോയി വിട്ടു. കൊച്ചു 1 മാസം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുക. ഒന്നും പഠിക്കണ്ട, പ്രതീക്ഷയെല്ലാം തീർന്നു, ഒന്നും സംസാരിക്കില്ല, മുറിയിൽ കയറി കഥകടച്ചിരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, കുട്ടികൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം, ഞാൻ കുടുംബത്തോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആർക്കും മാനസിക രോഗം പാരമ്പര്യമായിട്ടുണ്ടായിട്ടല്ല, മറിച്ച് ഡിപ്രഷനിലൂടെ ഒരുപാട് മക്കൾ ഇങ്ങനെ താന്നോണ്ടിരിക്കുക. വിശ്വാസം നഷ്ടപ്പെടുകയാ. കുടുംബത്തിൽ നിന്ന് മക്കൾ ഇങ്ങനെ ചെതറിക്കപ്പെടുകയാ. ഉയരാൻ പറ്റാത്ത വിധത്തില് പ്രതിസന്ധികൾ നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ ആഞ്ഞടിച്ചോണ്ടിരിക്കുക. ദുഷ്ടന്റെ ശക്തികൾ ഇങ്ങനെ ആഞ്ഞടിച്ചോണ്ടിരിക്കുക. അപ്പോൾ എന്റെ മക്കളെ, ഈ കാലഘട്ടത്തില് ജോർദാൻ നദി എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും മുന്നോട്ട് കടന്നു പോകേണ്ട വലിയ ചില പ്രതിസന്ധികളാണ്. ഈ ജോഷുവയെ പോലെ ഒരു പക്ഷെ ഓരോ അപ്പനും അമ്മയും ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ കുടുംബത്തെ എങ്ങനെ ഇനി മുന്നോട്ട് നയിക്കും, എങ്ങനെ മക്കളെ ഭാവിയുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തിക്കും, എങ്ങനെ വിശ്വാസത്തിലേക്ക് ഞാൻ കൊണ്ടുപോയി വെക്കുമെന്ന് ഒരു പക്ഷെ പലരും ഇവിടെ ഒന്ന് ചിന്തിക്കുന്നുണ്ട്. വലിയ റിസ്കാ ഈ ജോഷുവയെ പോലെ. കാരണം ഇത്രയും മക്കളെ സേഫ്റ്റിയോടെ ജോർദാൻ കടത്തി കാനാൻ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ റിസ്ക് ഉള്ള ഒരു ജോലിയാണ്. ഈ ജോഷുവ ചെയ്ത 5 കാര്യങ്ങളാണ് നിങ്ങളോട് ഈ സമയം പറയുക. ഈ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഈ ജോർദാൻ നദി കടന്ന് കാനാൻ ദേശത്തേക്ക് എത്താൻ പറ്റൂ.
അല്ലെങ്കിൽ മഞ്ഞുരുകുന്ന ഈ കാലഘട്ടത്തില് ലെബനോൻ കുന്നിൽ നിന്ന് മഞ്ഞുരുകി ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുമ്പോ മഞ്ഞുരുകൾ നിർത്തിയിട്ട് കടന്നു പോകാൻ വെയിറ്റ് ചെയ്യാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വാഗ്ദാനം പ്രാപിക്കാൻ സാധിക്കില്ല, താമസിക്കും. അപ്പോൾ ജോഷുവയ്ക്ക് കാത്തിരിക്കാൻ സമയമില്ല. പ്രിയപ്പെട്ടവരെ, എന്റെ മക്കള് പഠിക്കുന്നില്ല, 2 വർഷം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. കാത്തിരിക്കുവോ? നിങ്ങൾ കാത്തിരിക്കില്ല. നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്കും ഓടും. എന്ത് ചെയ്യണം? അവനെ എങ്ങനെ പഠിപ്പിക്കണം? അത് തന്നെയാ ജോഷുവയുടെ പ്രത്യേകത. ഈ മഞ്ഞുരുകുന്ന കാലം തീരാൻ കാത്തിരുന്നാൽ വാഗ്ദാനം പ്രാപിക്കാൻ, അനുഗ്രഹം പ്രാപിക്കാൻ സമയം കിട്ടില്ല, കാത്തിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? തിടുക്കത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജോഷുവയെ നമ്മൾ കണ്ടുമുട്ടും. 1-ാമത്തെ വചനം ഇതാ: ജോഷുവ അതിരാവിലെ എഴുന്നേറ്റ് സകല ഇസ്രായേലിനും കൂടെ ശിത്തിമിൽ നിന്ന് പുറപ്പെട്ട് ജോർദാൻ നദിക്കരെ എത്തി. മറുകരെ കടക്കാൻ സൗകര്യം പാർത്ത് അവിടെ കൂടാരമടിച്ചു. അതിരാവിലെ എഴുന്നേറ്റു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, 1-ാമത്തെ കാര്യം ചേർത്ത് വെക്കുകയാ. അതിരാവിലെ എഴുന്നേൽക്കണം. മക്കളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരപ്പനും അമ്മയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പനും അമ്മയും അതിരാവിലെ എഴുന്നേറ്റോണം. പ്രാർത്ഥനാ പായിൽ മുട്ടുകുത്തി കൈകൾ വിരിക്കാൻ ഇന്നലെ ഓർമ്മിച്ചത് ഒരിക്കൽ കൂടി പറയുകയാ. എന്നിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, ആകാശം ചായിച്ച് ഇറങ്ങി വരണം, ആകാശം പിളർന്ന് ഇറങ്ങി വരണം. സമർപ്പിച്ച് മക്കളെ ഉയർത്തിവെച്ച് നിരന്തരം പ്രാർത്ഥിക്കണം. ജോഷുവ 3 ദിവസം പ്രാർത്ഥിച്ചു. 3 ദിവസം അവൻ പ്രാർത്ഥിച്ചു. കാത്തിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് 3 ദിവസം അവൻ പ്രാർത്ഥിച്ചു. 3 ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു കാര്യം ജോഷുവ ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പ്രമാണികളോടും പുരോഹിതന്മാരോടുമൊക്കെ അവൻ ആലോചന ചോദിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഞാൻ ചെയ്യേണ്ടത് എന്ന് ജോഷുവയ്ക്ക് ഒരു വെളിപ്പെടുത്തൽ കിട്ടുന്നത് നാം കാണാൻ പോവുകയാണ്. 2-ാമത്തെ വചനം ഇതാണ്: മറുകര കടക്കാൻ സൗകര്യം പാർത്ത് അവിടെ കൂടാരമടിച്ചു. 3 ദിവസം കഴിഞ്ഞ് പിന്നെ കാണുന്നത് എങ്ങനെയാണ്? പ്രമാണികൾ പാളയത്തിലൂടെ നടന്ന് ജനത്തോട് കൽപ്പിച്ചു, ലേവ്യ പുരോഹിതന്മാർ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാഗ്ദാന പേടകം സംവഹിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരെ അനുഗമിക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇത് പറഞ്ഞു വെച്ചത് ലേവ്യ പുരോഹിതന്മാരാണ്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ജനത്തോട് പറഞ്ഞു വെച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ജോഷുവ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ ജനത്തെ മറുകര എത്തിക്കാൻ ഞാൻ എന്തു ചെയ്യണം? ആലോചന ചോദിക്കുകയാണ്. നിരന്തരം പ്രാർത്ഥിച്ചപ്പോ ദൈവം തന്നെയാണ് ഒരു മറുപടി കൊടുത്തത്. അതവൻ ലേവ്യ പുരോഹിതന്മാരും പ്രമാണികളുമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരത് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഒരപ്പനും അമ്മയും തന്റെ കുഞ്ഞിനെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച്, മകൾക്കൊരു വിവാഹാലോചന വരുമ്പോ, മകളെ ഉന്നത പഠനത്തിന് അയക്കുമ്പോ, ആ കോഴ്സ് തിരഞ്ഞെടുക്കണോ എന്ന് അന്വേഷിക്കുമ്പോ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് അതിരാവിലെ പ്രാർത്ഥിച്ചു കഴിയുമ്പോ ദൈവം ഒരു ചിന്ത നിന്റെ മനസ്സിലേക്ക് തരും. അത് സത്യമോ എന്നറിയാൻ നീ പോയി അന്വേഷിക്കണം. എവിടെ? ഇടവക ദേവാലയത്തിൽ. നിനക്ക് വചനം പറഞ്ഞു തരുന്ന, വിശ്വാസം പങ്കുവെച്ചു തരുന്ന പുരോഹിതരുടെ അടുക്കലേക്ക് നീ പോകണം. കാണുന്ന കൗൺസിലേഴ്സിന്റെ അടുക്കലേക്ക് അല്ല മക്കളെ പോകേണ്ടത്, മറിച്ച് ബുദ്ധിയും വിവേകവുമുള്ള പുരോഹിതന്റെ അടുക്കലേക്ക്, സഭ നിയോഗിച്ചു തന്നിരിക്കുന്ന പുരോഹിതന്റെ അടുക്കലേക്ക്, ദൈവനിവേശിതമായ പുരോഹിതന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ആലോചന ചോദിക്കുമ്പോ അവര് നിങ്ങളുടെ ഉത്തര ചോദ്യത്തിനും നിങ്ങൾക്ക് കിട്ടിയ ആശയത്തിനും ചേർന്ന ഒരു പോംവഴി പറഞ്ഞു തരും. എന്താണ് ചെയ്യേണ്ടത്? ഒരുപക്ഷെ ചില മക്കളുണ്ടല്ലോ, നമ്മൾ പറഞ്ഞാൽ അനുസരിക്കില്ല. അപ്പനും അമ്മയും ഒരു തീരുമാനമെടുത്തു, അതനുസരിച്ചെന്ന് വഴിയില്ല. പക്ഷെ അവർക്ക് പ്രിയപ്പെട്ട ചില വ്യക്തികൾ പറഞ്ഞാൽ അനുസരിക്കും. അപ്പോൾ നമുക്ക് അവരെ കൂടി ചേർത്ത് വെച്ചിട്ട് ഈ ഒരു മേഖലയിലേക്ക് മക്കളെ ചേർത്ത് വെക്കാൻ ഒരു വഴിയാ. അപ്പോൾ 2-ാമത്തെ കാര്യം, ഇടവക ദേവാലയത്തോട് ചേർന്ന് നിന്ന് പുരോഹിതരോട്, പ്രമാണികളോട്, ഉന്നത നിവേശിത ജ്ഞാനമുള്ള ആളുകളോട് ആലോചിച്ച് പ്രാർത്ഥിക്കുമ്പോ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ഈശോ നിന്നെ നയിക്കാൻ പോവുകയാ. അതാണ് 2-ാമത്തെ കാര്യം. പ്രിയപ്പെട്ട മക്കളെ, ഈ നിമിഷം എന്റെ മക്കളെല്ലാം ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ. നമ്മുടെ ജീവിതത്തില് ചെറുതും വലുതുമായ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ മേൽ എന്റെ ഈശോ ഇറങ്ങി വരും. അതെനിക്ക് ഉറപ്പാ. ഇത് ഈശോ പറഞ്ഞിട്ടാ ഇത് പറയുന്ന. ഞാൻ ഇത് പറയാനല്ല ഇവിടെ വന്ന് നിന്നത്, ഇത് പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് പറയുന്നത് കൊണ്ട് ഞാൻ പറയുകയാ.
പ്രിയപ്പെട്ട മക്കളെ, ഏത് പ്രതിസന്ധിയാണെങ്കിലും, മുന്നോട്ട് നിന്റെ കുടുംബത്തെയുള്ള സ്വപ്നങ്ങൾ എന്താണെങ്കിലും അതെല്ലാം ഈ സമയം ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വെക്കുക. കർത്താവേ, ഒരു ജോഷുവയെ പോലെ പ്രതിസന്ധികളും കുടുംബത്തിന്റെ ഭാരങ്ങളും മക്കളെ കുറിച്ചുള്ള ആകുലതകളും ഉത്കണ്ഠകളും എന്റെ വ്യക്തി ജീവിതത്തിന്റെ ഭാരങ്ങളും ചുമലിലേറ്റി ഇതാ കരങ്ങൾ ഉയർത്തി ഞാൻ നിൽക്കുകയാ. കർത്താവെ, എന്റെ ഈ ആവശ്യങ്ങളുടെ മേൽ ഇന്നൊരു ഉത്തരം തന്ന് നീ ഇടപെടണമേ. ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് നീ എന്നോട് സംസാരിക്കുക. ദൈവ നിവേശിത ജ്ഞാനം കൊണ്ട് നീ എന്നോട് സംസാരിക്കുക. കർത്താവെ, നീ എന്നോട് അരുളി ചെയ്യണമേ. ദാസനിതാ ശ്രവിക്കുന്നു, ദാസിതാ ശ്രവിക്കുന്നു. മക്കളെ പറഞ്ഞു സ്തുതിച്ചേ, ശക്തമായി സ്തുതിച്ചേ, ജീവിത ഭാരം ചേർത്ത് വെച്ച് സ്തുതിച്ചേ. ഏതൊക്കെ മേഖലകളിലോ ഇനി കടന്നു പോകാൻ നീ ആഗ്രഹിക്കുന്നു, ഏതൊക്കെ വഴികളിലേക്ക് എത്തിച്ചേരാൻ നീ ആഗ്രഹിക്കുന്നു, നിന്റെ കുടുംബത്തെ കുറിച്ച് സ്വപ്നങ്ങളെ ചേർത്ത് വെച്ച് സ്തുതിക്കട്ടെ. പോരാ, സ്വരം ഉയർത്തി സ്തുതിച്ചോ. ഈശോ ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. നീ പ്രതീക്ഷിക്കാത്ത സ്വപ്നങ്ങൾ ഈശോ നിനക്ക് കൂട്ടിച്ചേർത്ത് തരാൻ പോകുന്ന ദിവസമായത്. നിന്റെ ബുദ്ധിയല്ല, നിന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ വചനം പറയുന്നു. യെരമ്യാ 33:3, നീ എന്നെ വിളിക്കുക, ഞാൻ മറുപടി തരും. നിന്റെ ബുദ്ധിക്ക് അതീതം, നിഗൂഢം, മഹത്തമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. മക്കളെ, അതാണ് പുതിയ വഴികൾ, പുതിയ വെളിപ്പെടുത്തൽ ഈശോ തരാൻ പോവുക. നിന്റെ ജീവിതത്തെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച് സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ജോർദാന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവൻ ഒന്നാമത് ചെയ്ത ഒരു കാര്യം, വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് 3 ദിവസം അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കർത്താവിനോട് ആലോചന നടത്തി എന്താണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, അവന് കിട്ടിയ ദൈവിക ദർശനം അവൻ ലേവ്യ പുരോഹിതന്മാരും ഉന്നത സ്ഥാനീയരുമൊക്കെയായി പങ്കുവെച്ചു. മൂന്നാമത് ഒരു കാര്യം പറയും. ജോഷുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം ഇതാണ്. അതെല്ലാ മക്കളും ഇന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കണം. ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. പ്രിയപ്പെട്ട മക്കളെ, ലേവ്യ പുരോഹിതന്മാർ കർത്താവിന്റെ വാഗ്ദാന പേടകം എടുത്ത് മുമ്പിൽ നടക്കുമ്പോഴാണ് പോകേണ്ട വഴി ഏതാണെന്ന് അവർ കാണിച്ചു തരുമെന്ന് ജോഷുവ പറഞ്ഞു വെക്കുക. അപ്പോൾ ഈ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ വഴികളെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ഈശോയുടെ സാന്നിധ്യത്തിലായിരിക്കണം. കർത്താവെ, എൻ്റെ കൂടെ ഇരിക്കണമേ എന്ന് ആര് പ്രാർത്ഥിച്ചാലും ഈശോ കൂടെ വരും. എൻ്റെ ഒപ്പം നടക്കണമേ എന്ന് നിങ്ങൾ ആര് ചോദിച്ചാലും ഈശോ തരും. എൻ്റെ ഒരു ചേച്ചി പറയുക, PhD തീസിസ് എഴുതി തീർക്കണമെങ്കിൽ ഇനി ഒരു മാസം കൂടിയേ ഉള്ളൂ. ലാസ്റ്റ് മൊമെന്റ് ആണ്. 1ാമത്തെ ചാപ്റ്റർ മാത്രമേ ചേച്ചി കഴിഞ്ഞ ദിവസം എഴുതി തീർത്തിട്ടുള്ളൂ. ബാക്കി 3 ചാപ്റ്ററുകൾ കിടക്കുന്നു, ഇൻട്രൊഡക്ഷൻ കിടക്കുന്നു, അവസാനത്തെ കൺക്ലൂഷൻ കിടക്കുന്നു. ഒന്നുമായിട്ടില്ല. പക്ഷെ ഇന്നലെ ഒരു ദിവസം ചേച്ചി യേശുവിന്റെ സന്നിധിയിൽ ഇരുന്ന് അല്പനേരം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈശോയെ ഒന്ന് കൂടെ വന്നേക്കണേ. എനിക്ക് രാവിലെ മെസ്സേജ് ചെയ്തു, ഇതെങ്ങനെ പൂർത്തിയാക്കും, എനിക്കിത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ചേച്ചി മെസ്സേജ് ചെയ്തു. ഈശോ ഇടപെടും എന്നൊക്കെ പറഞ്ഞ് ഞാനും ഫോൺ വെച്ച് ഞാനങ്ങ് പോയി. വൈകുന്നേരം 5 മണിയാകുന്നതിന് മുമ്പ് എനിക്കൊരു മെസ്സേജാ, എടി വണ്ടറാണോ എന്നറിയത്തില്ല, എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ തീസിസിന്റെ 3 ചാപ്റ്ററുകളും ഇന്നൊരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈശോ എഴുതിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, എനിക്ക് സംശയമില്ല, അത് ഈശോ എഴുതിയതാ. കർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഈശോ എഴുതാൻ തുടങ്ങും. ഒരു സിസ്റ്റർ നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അസൈൻമെന്റ് എഴുതി പൂർത്തിയാക്കാൻ പറ്റാതെ ഇരുന്ന രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ ഇതൊന്ന് പൂർത്തിയാക്കി വെക്കണേ എന്ന്. തമാശായിട്ട് പറഞ്ഞതാണെങ്കിലും കർത്താവ് നമ്മൾ പറയുന്നതൊക്കെ കേൾക്കും. അതാ ഞാൻ ആദ്യം പറഞ്ഞ മലാക്കി 3:16, കർത്താവിനെ ഭയപ്പെടുന്നവർ പരസ്പരം സംസാരിച്ചു, അവർ ശ്രദ്ധിച്ചു കേട്ടെന്ന്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതേ ഹാൻഡ് റൈറ്റിങ്ങിൽ ആ അസൈൻമെന്റ് എഴുതി എൻ്റെ സൈൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഈശോയെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാ പറഞ്ഞ്, കൂടെ നടക്കുന്ന ഈശോയെ നിങ്ങളും അനുഭവിക്കാൻ തുടങ്ങണം. അതിന് കൂടുതലൊന്നും ചെയ്യണ്ട, ഒന്ന് വരുമോ എന്ന് ചോദിച്ചാൽ മാത്രം മതി. ഈശോയെ ഒന്ന് വന്നേക്കണേ, ഒന്ന് നിന്നേക്കണേ, അത് മതി. അതിൽ കൂടുതൽ ഒന്നും വേണ്ട. അത് തന്നെയാ ഈ യോശുവയും ചെയ്തത്. കർത്താവിന്റെ വാഗ്ദാന പേടകമെടുത്ത് പുരോഹിതരോട് മുമ്പിൽ നിന്നോളാൻ പറഞ്ഞു.
ആ ജോർദാൻ നദിയിലേക്ക് അവരുടെ കാല് പതിക്കപ്പെടുമ്പോ ജോർദാൻ നദിയിലെ വെള്ളം ഒരു ചിറ പോലെ ചിറകിട്ട് നിന്നപ്പോ ജനം അതിന്റെ മധ്യത്തിലൂടെ കടന്നു പോയെന്ന വചനം വായിക്കുക. ലേവ്യ പുരോഹിതന്മാർ ഇത് എടുത്തു വെച്ച് കഴിയുമ്പോൾ ഈ വാഗ്ദാന പേടകം അവർ മുമ്പോട്ട് നടക്കുമ്പോൾ എടുക്കാൻ തീരുമാനിച്ച് ഇവർ ഇതെല്ലാം അറിയിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കും. അതാണ് 5-ാമത്തെ വചനം. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. അത് ഇന്ന് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ തിരുമുമ്പിലേക്ക് എടുത്തു പറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ കാപട്യം അത് നമുക്ക് ഒത്തിരി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഉള്ളതാ കാപട്യം. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആരെയും കൊല്ലാൻ പോയിട്ടുണ്ടെന്നൊന്നും, പക്ഷേ കാപട്യമുണ്ട്. ഹൃദയം ഇങ്ങനെ നിറയെ കള്ളത്തരം ഇരിക്കുന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും എല്ലാം ഉണ്ട്. അതാണ് ദൈവസന്നിധിയിൽ ഇന്ന് പറഞ്ഞ് അനുതപിച്ച് കുമ്പസാരിക്കേണ്ടത്. ദൈവം കൂടെ നടക്കണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ കാപട്യം ഒഴിവാക്കണം. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിന്ന് കാപട്യം ഒഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ ദൈവകൃപ കുടുംബത്തിലേക്ക് ഇറങ്ങി വരില്ല. മക്കളുടെ ഭാവി തടയപ്പെടും. ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട്. ഒരു മകനെയും കൊണ്ട് ഒരു ചേച്ചി പ്രാർത്ഥിക്കാൻ വരുമ്പോ ചേച്ചിയും ചേച്ചിയുടെ 2 ആങ്ങളമാരും കൂടിയാ പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന സമയത്ത് ഈ മോനെ കുറിച്ച് ഈ ചേച്ചിയും ചേച്ചിയുടെ 2 ആങ്ങളമാരും പറയാത്ത കുറ്റങ്ങളൊന്നുമില്ല. കാരണം അവനെ കൊണ്ടുപോയി +1 ചേർത്തപ്പോ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോ അവൻ പിന്നെ സ്കൂളിൽ പോകുവാന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് പോയാൽ എവിടെയെങ്കിലും കറങ്ങി നടന്നിട്ട് തിരിച്ചു വരും. അമ്മയോട് വല്ലാത്ത വൈരാഗ്യം, കത്തിയെടുത്ത് അമ്മയെ വെട്ടാൻ തുടങ്ങും. ഇങ്ങനെ വല്ലാത്ത അസ്വസ്ഥതയാണ് അമ്മയും അമ്മയുടെ ആങ്ങളമാരും കൂടി എന്നോട് സംസാരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളല്ലല്ലോ പ്രാർത്ഥിക്കാനായിട്ട്, നിങ്ങൾക്ക് വേണ്ടിയല്ലോ പ്രാർത്ഥിക്കാൻ വന്നേ, അതുകൊണ്ട് ഞാൻ ഈ മോനോട് ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. സംസാരിച്ചോളാൻ പറഞ്ഞു. ഞാൻ അവനെ കൂട്ടിക്കൊണ്ട് വേറൊരു മുറിയിൽ ചെന്നു. ഞാൻ ആ കൊച്ചിനോട് സംസാരിച്ചു. എന്താ നീ പഠിക്കാൻ പോകാത്ത, എന്ത് പറ്റി നിനക്ക്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഈശോ പറഞ്ഞ മെസ്സേജുകളൊക്കെ പറഞ്ഞ് ഞാൻ അവനെ ആശ്വസിപ്പിക്കുമ്പോൾ ഇത്രയും മാത്രം ചോദിച്ചു, മോനെ നിനക്ക് നിന്റെ അമ്മയോട് വൈരാഗ്യമുണ്ടോ? അപ്പൊ അവനോട് പറഞ്ഞു, ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു സിസ്റ്ററെ, ഇപ്പോ അത് നിന്നു, കുഴപ്പമില്ല, ഞാൻ എല്ലാം അംഗീകരിച്ചു. കാരണം എന്റെ അപ്പം മരിച്ചിട്ട് 6 മാസേ ആകുന്നുള്ളൂ. അമ്മ പുതിയ വിവാഹം കഴിച്ചു വന്നിരിക്കുന്ന അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ ഒരു കൊച്ചിന്റെ അമ്മയാന്ന് തോന്നുന്നത്. അത്രയും സുന്ദരിയായ ഒരു സ്ത്രീയാണ്. നല്ല ഒരുങ്ങിയാണ് ചേച്ചി എന്റെ അടുത്ത് വന്നിരിക്കുന്നത്. +1 പഠിക്കുന്ന മോനുണ്ടെന്ന് പോലും നമുക്ക് തോന്നില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല സിസ്റ്ററെ, അതുകൊണ്ട് എനിക്ക് അമ്മയോട് ഇച്ചിരി ദേഷ്യം ഉണ്ടായിരുന്നു. ഇത്രയും മാത്രമേ ഈ മോൻ പറഞ്ഞുള്ളൂ. അപ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ആത്മാവിന്റെ ചിന്ത അനുസരിച്ച് കർത്താവ് ഇങ്ങനെ പറയുവാണ്, അമ്മയിൽ ഒരുപാട് കാപട്യമുണ്ടായെന്ന്. പക്ഷെ ഈ ചേച്ചിയോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ പ്രാർത്ഥിക്കാം. അവനെ അച്ഛന്റെ ധ്യാനത്തിനൊക്കെ ഞാൻ വിട്ടിരുന്നു തിരുവനന്തപുരത്ത്. പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ്, എന്നാൽ അവൻ നല്ല മിടുക്കനായിട്ട് ഇപ്പൊ പോകുന്നു. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവനെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ ഇവരെ കൊണ്ട് മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഇവരോട് സംസാരിക്കണമെന്ന് എന്റെ മനസ്സിലുണ്ട്. പക്ഷെ അവരാവശ്യപ്പെടാതെ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ, ശരി ചേച്ചി നിങ്ങൾ പൊക്കോ എന്ന് പറയുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ തോന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് ഇച്ചിരി കാര്യം പറയാനുണ്ട്. ഈ ചേച്ചി പറഞ്ഞു. ഈ ചേച്ചി വന്ന് എന്റെ അടുത്ത് വന്നിരുന്നപ്പോ ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, എന്താ ചേച്ചി പറയാനുള്ളേ? ചേച്ചി പറഞ്ഞു, സിസ്റ്റർ കണ്ടവനല്ല കേട്ടോ അവൻ. ചേച്ചി പിന്നെ പറയാത്തതൊന്നുമില്ല ഈ മോനെ കുറിച്ച്. ഒരമ്മ ഇത്രയും പറയുമോ എന്ന് എനിക്കറിയില്ല. രാത്രി മുതൽ അശ്ലീല ചിത്രങ്ങൾ കണ്ടിട്ട് അവൻ രാത്രി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ രാത്രി വേറെ മുറിയിൽ താമസിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഹോസ്റ്റലിൽ പോയി താമസിക്കുക, വീട് വിട്ട് എന്ന് ചേച്ചി എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി കെട്ടിയവൻ മരിച്ചത് എങ്ങനെയാ എന്ന് പറയാമോ? ചേച്ചി പറഞ്ഞു, അറ്റാക്ക് വന്നാ മരിച്ച്. അപ്പോൾ ഈശോ എനിക്കത് ഇൻറ്റുവിട്ട് കാണിക്കുകയാണ്. വീണ്ടും ഇത് തന്നെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി പറയുന്ന മുഴുവൻ കള്ളത്തരം, ഒരു വാക്കുപോലും സത്യം പറയുന്നില്ല, എഴുന്നേറ്റ് പൊക്കോളാൻ ചേച്ചിയോട് പറയുമ്പോൾ ചേച്ചി പറഞ്ഞു, ഇല്ല സിസ്റ്ററെ, ചേട്ടൻ മരിച്ചത് അറ്റാക്ക് മൂലമല്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാ, മറ്റൊന്നും കൊണ്ടല്ല. കൂട്ടുകാരന്റെ ഭാര്യയുടെ കൂടെ, കൂട്ടുകാരന്റെ ഭർത്താവിന്റെ കൂടെ ഈ സ്ത്രീ രാത്രിയും പകലും കിടക്കുന്നത് ഈ മോൻ പലതവണ കണ്ടിട്ടുണ്ട്. ഇതറിയാവുന്ന ഭർത്താവ് സഹിച്ച് മടുത്തു. അവസാനം സ്ത്രീയുടെ മുമ്പിൽ വെച്ച് ഇത് പറഞ്ഞ് വിഷം കഴിച്ച് മരിച്ചതാ. പക്ഷെ അറ്റാക്ക് എന്നൊക്കെ എഴുതി ചേർത്ത് അടക്കിയിട്ട് കല്യാണം കഴിഞ്ഞ് 3 മാസം മുമ്പ് മട്രിമോണിയിൽ പരസ്യം കൊടുത്ത് അടുത്ത് വിവാഹം കഴിച്ച് ദുബായിലേക്ക് പോകാൻ റെഡിയായി അനുഗ്രഹ ആശീർവാദം മേടിക്കാൻ ഒരു പ്രാർത്ഥനക്കാരിയെ കാണാൻ വന്നതാ. ഇതാണ് കാപട്യം. ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി മുഴുവൻ കള്ളത്തരം. ഈ മോനുണ്ടല്ലോ ഒരു വാക്കുപോലും ഈ അമ്മയെ കുറിച്ച് പറഞ്ഞില്ല. ഈ അമ്മ പറഞ്ഞത് മുഴുവൻ മോനെ കുറിച്ച്. ഞാൻ പറഞ്ഞു, ചേച്ചീനെ ഒരമ്മയെന്ന് വിളിക്കാൻ എനിക്കിഷ്ടമല്ല, ഇതൊരമ്മയല്ല. ഈ മോൻ ഇങ്ങനെയായെങ്കിൽ അതിന് പിന്നിൽ ഈ സ്ത്രീ മാത്രമാണ് കാരണം.
പ്രിയപ്പെട്ടവരെ, കപടത കൊണ്ട് പല കാര്യങ്ങളും ഒളിച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ജീവിച്ചാൽ ദൈവകൃപ കുടുംബത്തിലേക്ക് ഇറങ്ങില്ല. ഈശോ നിന്റെ കൂടെ നടക്കില്ല. പുതിയ വഴികൾ നിനക്ക് വേണ്ടി തെളിയില്ല. ആകാശം വിടരുന്ന കർത്താവിന്റെ അത്ഭുതങ്ങളൊന്നും നിങ്ങളുടെ കണ്ണുകൾ കാണാൻ പോകുന്നില്ല. മക്കളുടെ ഭാവി അടഞ്ഞു പോകും. മക്കളുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്, എനിക്ക് നന്നായി അറിയാം. ഒത്തിരി കള്ളത്തരങ്ങളുണ്ട്. പക്ഷെ അവരെ ആ സ്ഥലത്തേക്ക് നയിക്കാൻ പലപ്പോഴും നമ്മുടെ പാപങ്ങൾ കാരണമായിട്ടുണ്ട്, നമ്മുടെ കപടത കാരണമായിട്ടുണ്ട്. ഹൃദയം നിറയെ കാപട്യം വെച്ചിട്ട് എത്രമാത്രം കൈ ഉയർത്തിയാലും പ്രാർത്ഥിച്ചാലും അത് കിട്ടില്ല. അതുകൊണ്ട് ഒത്തിരി പാപങ്ങൾ എല്ലാവരും പറഞ്ഞു കുമ്പസാരിച്ചിട്ടുണ്ടാകും. ശരിയാണ്. ഒരു കാര്യം കൂടി ചേർത്ത് വെക്കുക. എവിടെയെങ്കിലും കാപട്യമുണ്ടെങ്കിൽ, കള്ളത്തരമുണ്ടെങ്കിൽ, മൂടുപടമണിഞ്ഞ പാപത്തിന്റെ മേഖലകൾ ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഈശോയുടെ സന്നിധിയിൽ ഇന്ന് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. അങ്ങനെ കുമ്പസാരിച്ചാൽ, ഒരിക്കൽ കൂടി ഈശോയുടെ മുമ്പിൽ അനുദപിച്ച് പ്രാർത്ഥിച്ചാലേ നാളത്തെ ദിനം അത്ഭുതങ്ങളുടെ മറ്റൊരു ദിവസമാക്കി ഈശോ മാറ്റൂ. അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ മുഴുവൻ വൃഥാവിലായി പോകും. ജോഷു അവരോട് പറഞ്ഞു, ഈ ജോർദാൻ കടക്കണോ? നിങ്ങൾക്ക് കാനാൻ ദേശത്തേക്ക് എത്തണോ? കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ചാലേ പോകാൻ പറ്റൂ. പാലമിട്ടാൽ ജോർദാൻ നദി കടക്കില്ല. ദൈവം തന്ന സന്ദേശം അനുസരിച്ച് വാഗ്ദാന പേടകമെടുത്ത് മുന്നോട്ട് നടക്കണം. കാണണോ അവന്റെ അത്ഭുത പ്രവൃത്തി കാണണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം ചെയ്യും. പിന്നെ അടുത്ത കാര്യം, ജോഷു അവരോട് പറഞ്ഞു, ഈശോ അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞപ്പോ അവരത് വിശ്വസിച്ചു. ലേവ്യ പുരോഹിതന്മാർ വാഗ്ദാന പേടകമെടുത്ത് നടക്കുമ്പോ പുറകെ നടക്കാൻ അവരിറങ്ങി. എന്തുകൊണ്ടെന്നാൽ ദൈവം ഇത് ചെയ്യുമെന്നൊരു വിശ്വാസം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈശോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഈശോ ചെയ്തിരിക്കും. ആഴപ്പെട്ട് വിശ്വസിക്കണം. കാപട്യം എടുത്തു മാറ്റിയിട്ട് ആഴപ്പെട്ട് വിശ്വസിച്ച് ഈശോയുടെ പുറകെ നടന്നു. 2019 ജോർദാൻ കടന്നതിനപ്പുറത്തേക്ക് വലിയ അടയാളങ്ങൾ യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ചെയ്തിരിക്കും. അത് കാണുമ്പോ നമ്മൾ ആരും ഇരിക്കില്ല, എഴുന്നേറ്റ് നിന്ന് തുള്ളിച്ചാടി കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എന്റെ മക്കള്, ഈ ആരാധന മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാ. ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരണം. എനിക്ക് ഒരു പ്രത്യേക കൃപയുമില്ല, പക്ഷെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഈ ആരാധന മണിക്കൂറിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങൾക്ക് സമാധാനം തരണം. എന്തെന്നാൽ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പ്രവൃത്തികൾ അങ്ങ് തന്നെയാണല്ലോ ചെയ്യുന്നത്. സ്തുതിക്കാൻ നമുക്കറിയില്ല, പ്രാർത്ഥിക്കാൻ നമുക്കറിയില്ല, ഒന്നിനും നമുക്കറിയില്ല. പക്ഷേ സമർപ്പണ ഭാവത്തോടെ ഇവിടെ നിൽക്കാൻ നമുക്കിപ്പോ അറിയാം. ഇവിടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങളുടെ സമർപ്പണമാണ്. ഈ സമർപ്പണം മതി. ഈ സമർപ്പണത്തിൽ നിന്റെ പ്രവൃത്തികൾ, ദൈവസ്തുതിയുടെ പ്രവൃത്തികൾ സ്വർഗം ഏറ്റെടുക്കും. സ്വർഗം ഇറങ്ങി വന്ന് ആകാശം ചായ്ച്ച് നിന്റെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. നിരാശയില്ലാത്ത, പ്രതീക്ഷയുള്ള, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ കൈപിടിച്ച് ഇനിയുള്ള നാളുകൾ നടക്കാൻ ഈശോ നമ്മളെ പഠിപ്പിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മുടെ ജീവിതങ്ങളെ ഈ ആരാധനാ മണിക്കൂറിൽ എല്ലാ മക്കളും ചേർത്ത് വെക്കണം.